ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. കോമ്പൗണ്ടിങ് അതായത് കൂട്ടുപലിശ നൂറുകണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വാക്കാണ്. നിങ്ങളും എല്ലാ മാസവും പണം സമ്പാദിക്കുകയും എന്നാൽ മാസാവസാനം കീശ കാലിയാക്കുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഒരുപക്ഷെ നിങ്ങളും കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നുണ്ടാവാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. 8-4-3 നിയമത്തെക്കുറിച്ച് അറിയുക. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു കഥയുടെ സഹായം തേടാം. കഥ 3 നല്ല സുഹൃത്തുക്കളുടേതാണ്. ഋഷഭ്, ശരത്, കാർത്തിക്. 3 സുഹൃത്തുക്കളുടെയും തുടക്കം ഒരുപോലെയായിരുന്നു. ഒരേ കോളേജ്, ഒരേ ക്ലാസ്, അടുത്ത ചങ്ങാതിമാർ. എന്നാൽ പഠനം കഴിഞ്ഞതോടെ കരിയറിൻ്റെ വഴികൾ വേർപിരിഞ്ഞു. ഋഷഭ് ഫ്രീലാൻസിംഗ് തിരഞ്ഞെടുത്തു. അവന് സ്വാതന്ത്ര്യം ഇഷ്ടമായിരുന്നു. ശരത് തൻ്റെ അഭിനിവേശം പിന്തുടർന്നു. ഒരു പരസ്യ ഏജൻസിയിൽ എഴുത്തുകാരനായി ചേർന്നു. കാർത്തിക് കോളേജ് പ്ലേസ്മെൻറ്റിലൂടെ ഒരു പ്രശസ്ത സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി നേടി. നിക്ഷേപ ചിന്തയിലെ വ്യത്യാസം. 1 വർഷത്തിന് ശേഷം ഋഷഭും ശരതും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. വരുമാനത്തിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്യാനും നിക്ഷേപിക്കാനും പഠിച്ചു. സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന കാർത്തിക് അപ്പോഴും ഇന്നത്തെ ദിവസം ജീവിക്കുക എന്ന രീതിയിൽ ജീവിക്കുകയായിരുന്നു. അവനൊരു പോഷ് ഏരിയയിൽ ഫ്ലാറ്റ് വാങ്ങി. കാറും EMIയിൽ വാങ്ങി. ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവുകൾക്കായി തുലച്ചു. പഴയ ഓർമ്മകളും പുതിയ പാഠങ്ങളും. ഒരു ദിവസം മൂവരും വീണ്ടും കണ്ടുമുട്ടി. അത്താഴത്തിനിടയിൽ ചർച്ചകൾ നടന്നു. 70,000 രൂപ പോലുള്ള ശമ്പളത്തിൽ നിന്ന് ഋഷഭും ശരഭും സേവിങ്സ് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാർത്തിക് അത്ഭുതപ്പെട്ടു. അവൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നു, എന്നിട്ടും ഒന്നും മിച്ചം വെക്കാനില്ല. നിങ്ങൾ എങ്ങനെയാണ് സേവിങ്സ് നടത്തുന്നത്? ഋഷഭ് താൻ 80-20 നിയമം പിന്തുടരുന്നതായി വിശദീകരിച്ചു. 80% ചെലവ്, 20% നിക്ഷേപം. ഉദാഹരണത്തിന് 82,000 രൂപ സമ്പാദിക്കുമ്പോൾ 66,000 രൂപ ചിലവഴിക്കുന്നു. ബാക്കി 16,000 രൂപ ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കും. ശരതും താൻ അനാവശ്യ ചെലവുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി പറഞ്ഞു. ചെറിയ മുറി, മെട്രോ യാത്ര, EMIകളിൽ ഇല്ല. അവൻ എല്ലാ മാസവും 10,000 രൂപ കോമ്പൗണ്ടിങ്ങിൻ്റെ 8-4-3 നിയമപ്രകാരം നിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. കാർത്തിക്കിൻ്റെ സംശയം. കാർത്തിക് പരിഹസിച്ചു. ഇപ്പോഴേ വയസ്സന്മാരായോ ഇത് അടിച്ചു പൊളിക്കാനുള്ള ടൈമാണ്. കോമ്പൗണ്ടിങ് എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. ഇതിന് ഋഷഭ് മറുപടി പറഞ്ഞു, നീ കണ്ടോ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ശരതിൻ്റെ പണം അവന് വേണ്ടി തന്നെ പണം ഉണ്ടാക്കും. കോമ്പൗണ്ടിങ്ങിൻ്റെ യഥാർത്ഥ മാന്ത്രികത അപ്പോൾ കാണാം. 7 വർഷങ്ങൾക്ക് ശേഷമുള്ള സത്യം. മൂവർക്കും ഇപ്പോൾ 30 വയസ്സായിരിക്കുന്നു. വീണ്ടും ഒരു ഡിന്നർ പ്ലാൻ ചെയ്തു. ഋഷഭ് പ്രതിമാസം 14,000 രൂപ നിക്ഷേപിച്ച് 7 വർഷം കൊണ്ട് ആകെ 13,40,000 രൂപ നിക്ഷേപിച്ചു. റിട്ടേൺ 9,10,000 രൂപ. ആകെ മൂല്യം 22,50,000 രൂപ. ശരത് പ്രതിമാസം 100 രൂപ നിക്ഷേപിച്ച് 7 വർഷം കൊണ്ട് 8,400 രൂപ നിക്ഷേപിച്ചു. റിട്ടേൺ 6,500 രൂപ. ആകെ മൂല്യം 1,49,000 രൂപ. ശരത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചുകൂടി കാത്തിരിക്കൂ, നിനക്ക് തനിയെ മനസ്സിലാവും. 4 വർഷങ്ങൾക്ക് ശേഷമുള്ള ഫലം. ഇപ്പോൾ ഋഷഭിൻ്റെ കയ്യിൽ 45 ലക്ഷം രൂപയും ശരത്തിൻ്റെ കയ്യിൽ 46 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. കോമ്പൗണ്ടിങ് ആദ്യത്തെ 7 വർഷത്തെ റിട്ടേൺ അടുത്ത 4 വർഷം കൊണ്ട് ഇരട്ടിയാക്കി. വീണ്ടും 3 വർഷത്തിന് ശേഷം അടുത്ത 3 വർഷത്തിനുള്ളിൽ ഋഷഭിൻ്റെ സമ്പാദ്യം 70 ലക്ഷം രൂപയും ശരത്തിൻ്റേത് 1,51 ലക്ഷം രൂപയുമായി. അതായത് 50 ലക്ഷം രൂപയുടെ മൂന്നാമത്തെ സെറ്റ് വെറും 3 വർഷം കൊണ്ട്. ഇപ്പോൾ ശരത്തിൻ്റെ കൈവശം 1.5 കോടിയുടെ സമ്പത്തുണ്ടായിരുന്നു. അവൻ 37-ാം വയസ്സിൽ വിരമിച്ച് ജീവിതം ആസ്വദിക്കാൻ പൂർണ്ണമായും തയ്യാറായിരുന്നു. സുഹൃത്തുക്കളെ, വാറൻ ബഫറ്റിനെ പോലുള്ള മഹാനായ നിക്ഷേപകർ പോലും കോമ്പൗണ്ടിങ്ങിൻ്റെ ഈ ശക്തി തിരിച്ചറിഞ്ഞ കൗമാരപ്രായത്തിൽ തന്നെ നിക്ഷേപം ആരംഭിച്ചിരുന്നു. അവർ എപ്പോഴും ഉപദേശിക്കുന്നത് ദീർഘകാലത്തേക്ക് ചിന്തിക്കാനാണ്. ട്രേഡിംഗ് പോലുള്ള ചൂതാട്ടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, നിക്ഷേപം ഒരു ശീലമാക്കുക. 8-4-3 നിയമം പറയുന്നു, ആദ്യത്തെ 50 ലക്ഷം ഉണ്ടാക്കാൻ 8 വർഷം, അടുത്ത 50 ലക്ഷം ഉണ്ടാക്കാൻ 4 വർഷം, മൂന്നാമത്തെ 50 ലക്ഷം ഉണ്ടാക്കാൻ 3 വർഷം. എത്ര കൂടുതൽ സമയം നൽകുന്നുവോ അത്രയധികം റിട്ടേൺ ലഭിക്കും. ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ യഥാർത്ഥ ശക്തി. ഇപ്പോൾ ശരത് സാമ്പത്തികമായി സ്വതന്ത്രനായെന്ന് മാത്രമല്ല, മാനസികമായി വളരെ സന്തുലിതനും ശാന്തനുമായിരുന്നു. ഒരു ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാത്ത അത്രയും മൂലധനം അവനുണ്ടായിരുന്നു. ഇപ്പോൾ അവന് തൻ്റെ പണത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൂടുതൽ പണം സമ്പാദിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയ മൂലധനം നിങ്ങൾക്കായി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുമ്പോഴാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ യഥാർത്ഥ മാന്ത്രികത കാണാൻ കഴിയുന്നത്. ഇതാണ് മണി വർക്കിംഗ് ഫോർ യു. കാർത്തിക്കിൻ്റെ പുതിയ തുടക്കം. ഒരു കാലത്ത് കോമ്പൗണ്ടിങ്ങിനെ പരിഹസിച്ചിരുന്ന കാർത്തിക് ഇപ്പോൾ തികച്ചും ഗൗരവത്തിലായി. എത്രയും പെട്ടെന്ന് നിക്ഷേപം ആരംഭിക്കുന്നുവോ അത്രയും വേഗത്തിൽ അതിൻ്റെ ഫലം കണ്ടുവരുമെന്ന് അവന് മനസ്സിലായി. തുടക്കത്തിൽ റിട്ടേൺ ചെറുതായി തോന്നാമെങ്കിലും കാലക്രമേണ ഈ റിട്ടേൺ എക്സ്പോണൻഷ്യൽ വളർച്ച കാണിക്കുന്നു.
കാർത്തിക് അന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. അവൻ തൻ്റെ ആഡംബരക്കാർ വിറ്റു, ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തു, വില കുറഞ്ഞ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. ക്രെഡിറ്റ് കാർഡ് ഉപയോഗം നിർത്തി. എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം നിക്ഷേപത്തിനായി മാറ്റിവെക്കാൻ തുടങ്ങി. അവൻ വൈകിയാണ് തുടങ്ങിയതെങ്കിലും താൻ മുമ്പ് ചെയ്ത തെറ്റ് ആവർത്തിക്കില്ലെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. 8-4-3 നിയമത്തിൻ്റെ ആഴം. ഇനി ചോദ്യം വരുന്നു, എന്താണ് 8-4-3 നിയമം? 8 വർഷം തുടർച്ചയായി നിക്ഷേപിക്കുക. അടുത്ത 4 വർഷം കൊണ്ട് ആ പണം എങ്ങനെ ഇരട്ടിയാകുന്നു എന്ന് കാണുക. തുടർന്ന് വെറും 3 വർഷം കൊണ്ട് ആ തുക 3 ഇരട്ടിയാകും. ഇത് മാന്ത്രികതയല്ല, ഗണിതശാസ്ത്രപരമായ സത്യമാണ്. കൂട്ടുപലിശയുടെ സൂത്രവാക്യത്തിൻ്റെ ഫലമാണ് A=P 1=R/N. ഈ നിയമം പറയുന്നത് സമയം കൂടുന്നതനുസരിച്ച് റിട്ടേണിൻ്റെ വലിപ്പവും വർദ്ധിക്കുന്നു എന്നാണ്. നിങ്ങൾ ഇൻഡെക്സ് ഫണ്ട് പോലുള്ള ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലം ഉറപ്പാണ്. ശരത്തിൻ്റെ ജീവിതം ഒരു മികച്ച ഉദാഹരണം. ഇപ്പോൾ ശരത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അവന് വേണമെങ്കിൽ സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം, യാത്രകൾ ചെയ്യാം, തൻ്റെ ഹോബികൾക്ക് മുഴുവൻ സമയം ചിലവിടാം, അതൊരു തൊഴിലാക്കി മാറ്റാം, കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാം, സമൂഹത്തിനായി പ്രവർത്തിക്കാം. ഉദാഹരണത്തിന് പാവപ്പെട്ട കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കാം. കാരണം ഇപ്പോൾ അവന് പണത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതിനാൽ അവനിപ്പോൾ ആർക്കു വേണ്ടിയും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. ഈ വീഡിയോയുടെ നിഗമനം എന്താണ്? നിങ്ങൾ എന്താണ് പഠിച്ചത്? എത്രയും പെട്ടെന്ന് നിക്ഷേപം ആരംഭിക്കുന്നോ അത്രയും നല്ലത്. സമയം നൽകിയാൽ ചെറിയ തുകയ്ക്കും വലുതാകാൻ കഴിയും. അനാവശ്യ ചെലവുകളും ജീവിതശൈലിയിലെ അനാവശ്യ രീതികളും നിങ്ങളെ പാപ്പരാക്കിയേക്കാം. 8-4-3 നിയമ സാമ്പത്തിക വിജയത്തിനുള്ള തെളിയിക്കപ്പെട്ടതുമായ പ്രായോഗികമായ ഒരു മാർഗമാണ്. ദീർഘകാല കാഴ്ചപ്പാടുണ്ടായിരിക്കുക. ഹ്രസ്വകാലത്തെ അത്യാഗ്രഹം ഒഴിവാക്കുക. ഭാവിയിൽ നിങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ 80-20 നിയമം സ്വീകരിക്കുക. ഒരു ബജറ്റ് ഉണ്ടാക്കുക. ചിലവുകൾ നിയന്ത്രിക്കുക. ഏറ്റവും പ്രധാനമായി നിക്ഷേപം ആരംഭിക്കുക. എത്ര ചെറിയ തുകയിൽ നിന്നായാലും ഓർക്കുക, കോമ്പൗണ്ടിങ് പതുക്കെയാണ് ഫലം കാണിക്കുന്നത്. എന്നാൽ ഫലം കാണിക്കുമ്പോൾ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം, സമയത്തിന് മുൻപെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ ഭാവിയിൽ എത്ര വലിയ സാമ്പത്തിക സ്ഥിരതയും സ്വാതന്ത്ര്യവും കൊണ്ടുവരുമെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല. ആ അവസരം കൈവിട്ടു പോകുന്നതുവരെ. കോമ്പൗണ്ടിങ് എന്നത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴിയല്ല, മറിച്ച് ക്ഷമ, അച്ചടക്കം, തുടർച്ചയായ നിക്ഷേപം എന്നിവയിലൂടെ ചെറിയ മൂലധനത്തെ കാലക്രമേണ ഒരു വലിയ സമ്പത്താക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഇതുകൊണ്ടാണ് കോമ്പൗണ്ടിങ്ങിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് വിളിക്കുന്നത്. ഈ നിയമം മനസ്സിലാക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തി ധനികനാകുക മാത്രമല്ല, മാനസിക സമാധാനവും ആത്മനിർഭരതയും യഥാർത്ഥ സ്വാതന്ത്ര്യവും ആസ്വദിക്കും. അതിനാൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ കഥയിൽ നിന്നോ മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്ന് പ്രചോദനം ലഭിച്ചെങ്കിൽ അതിവിടെ ഉപേക്ഷിക്കരുത്. മറിച്ച് തന്നെ ചെറിയ നിക്ഷേപം ആരംഭിക്കുക. ഓർക്കുക, യഥാർത്ഥ സമ്പത്ത് വലിയ കാറുകളിലോ വില കൂടിയ ബ്രാൻഡുകളിലോ അല്ല, മറിച്ച് ഇനി നിങ്ങൾ പണത്തിന് വേണ്ടിയല്ല, പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്ന അറിവിൽ നിന്ന് വരുന്ന ആത്മവിശ്വാസത്തിലാണ്. ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ യഥാർത്ഥ ശക്തി. 8-4-3 നിയമത്തിൻ്റെ യഥാർത്ഥ മഹിമ. ഇതാണ് ഓരോ വ്യക്തിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം. എന്നാൽ വിവേകത്തോടെ നിക്ഷേപിക്കുന്നവന് മാത്രം ജീവിക്കാൻ കഴിയുന്ന ജീവിതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് പ്രചോദനവും വ്യക്തമായ ദിശാബോധവും ലഭിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.